രാജസ്ഥാനിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കെത്തിയ വിശ്വാസികൾക്ക് ക്രൂരമർദ്ദനം. പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്ന സമയം 200 പേരടങ്ങുന്ന അക്രമി സംഘം ദേവാലയത്തിലേക്ക് അതിക്രമിച്ചു കയറി ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആക്രമണത്തിൽ 50ഓളം വിശ്വാസികൾക്ക് പരിക്കേറ്റു. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഇതുവരെ ദേവാലയത്തിൽ കാണാത്ത ഒരാൾ ഉണ്ടായിരുന്നതായും മുഴുവൻ വിശ്വാസികളും ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇയാൾ ഫോണിലൂടെ സന്ദേശം നൽകിയ ശേഷം അവിടെ നിന്നും സ്ഥലം വിട്ടുവെന്നും ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡ് റിപ്പോർട്ട് ചെയ്തു. സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തിയപ്പോൾ അക്രമികൾ തന്ത്രപൂർവ്വം രക്ഷപ്പെടുകയായിരുന്നു. അക്രമികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം അവർ പരിക്കേറ്റവരെ ചോദ്യം ചെയ്യുകയും മതപരിവർത്തനം ആരോപിച്ച് ആക്രമിക്കുകയുമാണ് ചെയ്തത്. തുടർന്ന് മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് പോലീസ് വിശ്വാസികൾക്കെതിരെ കേസെടുക്കാൻ നോക്കിയെങ്കിലും തെളിവുകളുടെ അഭാവം മൂലം അതിന് സാധിച്ചില്ല. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണങ്ങൾ കുത്തനെ വർദ്ധിച്ചത് ശരിവെക്കുന്നുണ്ട്. 2014 127 അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ 2024 അത് 834 ഉയർന്നു.